1947 സമസ്തക്കാർ പ്രമേയം പാസാക്കി. അതോടുകൂടി എന്ത് ചെയ്തു? ജുമാ ഖുത്ബ മലയാളത്തിൽ നടത്തുന്നൊക്കെ നിർത്തി. അതുവരെ ഉണ്ടായിരുന്നു. എന്തിനാണ്? കേരളത്തിൽ ഒന്നാമത്തെ പള്ളിയാണ് കൊടുങ്ങല്ലൂർ പള്ളി, ചേരമാൻ പെരുമാൾ പള്ളി. ആ പള്ളിയിലടക്കം അടുത്തുവരെ ഏതാണ് 1997 എന്നാണ് അറിയുന്നത്. 97 വരെ ആ ചേരമാൻ പള്ളിയിൽ, കൊടുങ്ങല്ലൂർ പള്ളിയിൽ മലയാളത്തിലായിരുന്നു ഖുത്ബ നടന്നിരുന്നത്. തറപ്രസംഗമല്ല, അടിയുള്ള പറച്ചിലല്ല, നേരെ മെമ്പറിൽ കയറിയിട്ടുള്ള ഖുത്ബ കേരളത്തിലെ ഒന്നാമത്തെ പള്ളിയായ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ പള്ളി ആണോ അല്ലേ എന്ന് പറയപ്പെടുന്ന കൊടുങ്ങല്ലൂർ പള്ളി, ആ പള്ളിയിലടക്കം മലയാളത്തിൽ ഇപ്പൊ ഇങ്ങനെ മൂലമാരെ പറയും അവിടെ അറബിയാണ് വഹാബികളെ, അവിടെ ഇപ്പൊ അറബില. ശരിയാ, ഇപ്പൊ അറബില. കാണെന്താ? അതിങ്ങനത്തെ ചില കാഫികളെ പോയിട്ട് അവിടെ ഇല്ലാതാക്കിയില്ല. എന്നാൽ അടുത്ത കാലം വരെ അവിടെ മലയാളത്തിലായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ചന്ദ്രിക പത്രത്തിലൊക്കെ ധാരാളമായി പരസ്യം വന്നിരുന്നു. അവിടേക്ക് ഖുത്ബ മലയാളത്തിൽ നടത്താൻ പറ്റുന്ന ഇമാമികളെ, ഖതീബുമാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല പരസ്യങ്ങളും വരാറുണ്ടായിരുന്നു. അതിനിപ്പോ വേണമെങ്കിൽ ആ കൊടുങ്ങല്ലൂര് പള്ളിയിൽ ഇപ്പോഴും മുഅദ്ദിനായി നിൽക്കുന്ന, അസിസ്റ്റന്റ് ഖതീബായി നിൽക്കുന്ന ഇമാം തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഖുത്ബകളൊക്കെ നടക്കുന്നുണ്ട്. ആദ്യം പ്രസംഗിക്കും, പിന്നെ മുമ്പ് വന്നിട്ടാണ് അറബിയിലെ ബോധമുള്ളൂ. ഒരു കുറച്ചു കാലിന് മുമ്പ് വരെ മുമ്പ് മലയാളത്തിൽ പ്രസംഗിച്ചിരുന്നു. ഇവിടെ പ്രസംഗിച്ചിരുന്നു. 50 കൊല്ലക്കാലം അവിടെ അങ്ങനെ പ്രസംഗിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്തൊക്കെ എങ്ങനെ? മഹലിന്റെ ജനങ്ങളുടെ പുതിയ തീരുമാനം അനുസരിച്ച് പണ്ഡിതന്മാരോട് ചോദിക്കും മെമ്പറും മലയാളത്തിൽ പ്രസംഗിക്കുള്ളൂ. അവർ സമ്മതിക്കുക മാത്രം അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുള്ളൂ. അവർ മെമ്പറുമ കയറി മലയാളത്തിൽ ഒന്ന് പ്രസംഗിക്കും, എന്നിട്ട് കൊത്തുപോകും. പിന്നെ 7 കൊല്ലത്തിന് മുമ്പ് പുതിയ തീരുമാനിച്ച് മെമ്പറുമ മലയാളത്തിൽ പ്രസംഗിക്കേണ്ട, താഴത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് മെമ്പറുമ കയറി കൊത്തുപോയാൽ മതിയെന്ന്. ഇപ്പൊ അതനുസരിച്ച് പോകുന്നു. അങ്ങനെയാണ് പോകുന്നത്. പുതിയ 2 കൊല്ലത്തും പുതിയോഗത്തിന് പരമാധികാരം അവർ തീരുമാനിക്കുന്നുണ്ട്. വേറെ വല്ല സമ്മർദ്ദമോ അല്ലെങ്കിൽ പാർട്ടികളുടെ ഒരു ഇത് പടംബലിയൊന്നും ഇവിടെ ഇല്ല. അല്ല, നിങ്ങളെ പിന്നെ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിന്റെ പരസ്യം ഉണ്ടാവാറുണ്ട്. പരസ്യം മലയാളത്തില് ഖുത്ബ ഓതുന്ന ഖത്തീബുമാർ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്തിട്ടുണ്ട്. ആ കാലത്ത് ഇപ്പില്ല കേട്ടാ, 7 വർഷത്തിന് ശേഷമില്ല. അതിന്റെ അപ്പുറത്ത് ഖത്തീബുമാരെ ആവശ്യം വന്ന മലയാളത്തിൽ മെമ്പറും പ്രസംഗിക്കാൻ യോഗ്യനുള്ളവരാവശ്യപ്പെടും. പരസ്യം ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്റെ ഇതിൽ അനവധി ഖത്തീബുമാരുമായിട്ടുണ്ട്. ഒരു ഖത്തീബ് മാത്രം 35 കൊല്ലം ഞാനും മൂപ്പരും കൂടെ പണിയെടുത്ത് അദ്ദേഹം മരിച്ചു. വെള്ളാങ്കല്ലൂർക്കാരൻ്റെ ആളാണ്. ഖത്തീബിനെങ്കിലും കൂടി പൈസയുടെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. അവിടുത്തെ മുദരിസിന്റെ ഖത്തീബിന്റെ മകനായിരുന്നു. അദ്ദേഹം മരിച്ചു. ഹജ്ജിന് പോയി അവിടെ ആക്സിഡന്റിൽ പെട്ട് പിന്നെ നാട്ടിൽ വന്ന് കുറെ നാൾ പിന്നെയും ഇവിടെ തുടർന്ന് പിന്നെ മരിച്ചു. അതിനുശേഷം പിന്നെ ആരും മകനങ്ങോട്ട് സ്ഥിരമായിച്ച് 7 മാസം എപ്പോ ഒരു ഖത്തീബുണ്ടായിച്ച് 5 വർഷം തുടർച്ചയായിട്ട് നിന്നായിരുന്നു. അദ്ദേഹം പോയി. ഇപ്പൊ ഇവിടെ സാക്ഷാൽ ശരിക്കും ഖത്തീബില്ലാണ്ട് അസിസ്റ്റന്റിനെ ചാർജ്. ഒരു കൊല്ലത്തിന്റെ ആളെ നിയമിച്ചിരുന്ന അയാൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ 30-ാം തീയതി ഇവിടെ അവധി കഴിഞ്ഞു പോയി. പിന്നെ ഖത്തീബിനെ നിയമിച്ചിട്ടില്ല. ഇവിടെ ഇലക്ഷനൊക്കെ ആയിരുന്നു. കമ്മിറ്റിക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അസിസ്റ്റന്റ് ഖത്തീബിനാണ് ചാർജ്. അപ്പോ ഖുത്ബ അങ്ങനെയല്ല. ഈ ഖുത്ബ മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാലത്ത് മആശറ വാളെടുക്കലും ഞാൻ മലയാളത്തിൽ പറഞ്ഞോളായിരുന്നു. അതെ, അങ്ങനെ. പിന്നെ മഹേശ്വരന്റെ അർത്ഥം വരെ മലയാളത്തിൽ പറയണം. ലഫ്ള് ഓതിയിട്ട് അതിന്റെ മലയാളത്തിൽ ഞാൻ വാള് പിടിച്ച് പ്രസംഗിക്കും. ജനങ്ങൾക്ക് അറിയണമെന്ന് തിരിയണമെന്നും പറഞ്ഞായിട്ട് വന്ന് കമ്മിറ്റി തീരുമാനിച്ചു. പിന്നെ 7 കൊല്ലത്തിന് മുമ്പ് മെമ്പറുമ്മൽ മലയാളത്തിൽ പ്രസംഗിക്കാൻ പാലാന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ സ്വയം പിന്നെ വാളെടുക്കൽ അറബിയിൽ തന്നെ ആക്കി, മലയാളം നിർത്തി. വാളെടുക്കലും മലയാളത്തിലും ഖുത്ബ അറബിയിലും അതിന് വ്യത്യാസം ആവണ്ടാന്ന്. പിന്നെ ഇപ്പൊ അറബിയിൽ തന്നെ വാളെടുക്കണം. അപ്പോ അതങ്ങനെ. പിന്നെ ഈ പള്ളിക്ക് എത്ര വർഷം പഴക്കമുണ്ട്? ഇതൊരു 5 പറയണത്. ഇംഗ്ലീഷ് കണക്കിന് AD 629 എഴുതിയിട്ടേക്കണം. ആ ഒരു ലക്ഷ്യം തന്നെ ഉള്ളൂ അളവ്. ഇതിപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി അതോ കേരള? ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിലെ ആദ്യം എന്നുള്ളതിൽ സംശയമില്ല. ഇല്ല, സംശയം. വടക്കേന്ത്യക്കാർ വന്നാലും അവർ സമ്മതിക്കില്ല ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറഞ്ഞു.
ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന കാലത്ത് കറാച്ചിയിലുണ്ടായി, ഡൽഹിയിൽ അവിടെ ഉണ്ടായി അവരെ എന്നൊക്കെ പറയും ഹിന്ദുസ്ഥാനിക്കാർ. അവരെ പറയും. പക്ഷെ കേരളത്തിൽ ആദ്യം എന്നുള്ളതിൽ യാതൊരു സംശയം. 7 കൊല്ലം മുമ്പ് വരെ അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് പരിചയമുള്ള അന്ന് മുതൽ തന്നെ അവിടെ അറബിയിലാണ് എന്നാണ് അവിടുത്തെ ഇമാമ് പറയുന്നത്, മലയാളത്തിലാണ് എന്ന്. അതേസമയം 97 പേരോട് സഖാഫി പോയി വഴുത് പറയുകയും ആ വഴുതിന്റെ പേരിൽ അതോട് നിർത്തലാക്കുകയും ചെയ്യുക ചെയ്തത്. ഇപ്പോഴും